ഞാൻ കൊണ്ടുവന്ന ആലോചന വേണ്ടാന്ന് വെച്ച് നിന്റെ പെങ്ങള് പോയി കണ്ടെത്തിയ പുതിയ ബന്ധം കൊള്ളാം. എടാ നീയൊക്കെ എവിടത്തെ ആങ്ങളെയാ ആൽബി? ഞാനിത് എന്നാ ചെയ്യാനാച്ചോ? ഞാൻ പറഞ്ഞാൽ അവള് കേൾക്കുകയല്ല. എടാ പെമ്പിള്ളാർക്ക് ഈ പ്രായത്തിൽ അങ്ങനെ പലതും തോന്നും. പക്ഷേ പറയേണ്ടവര് പറയേണ്ട പോലെ പറഞ്ഞാൽ അവര് പിന്മാറും. ആൽബി, ഈ സന്ദർഭത്തിൽ ബുദ്ധിയാ ഉപയോഗിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഹലോ. ഹലോ. പ്രൊഫസറെ, ആ, ഞാൻ ആനിയുടെ ബ്രദറാ, ആൽബി. പറയൂ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നിന്റെ ചേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. നിന്നെ വളർത്തി വലുതാക്കിയത് അവരല്ലേ? നിന്റെ പഠിപ്പും കാര്യങ്ങളെല്ലാം അവർ നോക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോളും. അവനെക്കുറിച്ച് അവർ പറഞ്ഞെന്താണെന്ന് അറിയോ? ഞാൻ അറിഞ്ഞത് വെച്ച് വളരെ വൃത്തികെട്ടവനാ. പിന്നെ ഈ പ്രേമം, അതൊരു പ്രേതത്തെ പോലെ അവിടെ കണ്ട് ഇവിടെ കിടന്ന് പലരും പറയും. ഇങ്ങോട്ട് നോക്ക്, ആരും കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സാധനമില്ല. നന്നായി പഠിക്കുക, പഠിപ്പ് മാത്രം ശ്രദ്ധിക്കുക, ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും. ഒക്കോ. എനിക്ക് ഈ പറഞ്ഞാളെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശില്പ, ഞാൻ അവനെ കുറിച്ച് ശരിക്കും അന്വേഷിച്ചു. നാട്ടിൽ ഇത്ര മനകെട്ടൊരുത്തം വേറെ ഇല്ല. എനിക്ക് എൻ്റെ പെങ്ങളുടെ ജീവിതം വെച്ച് കളിക്കാൻ പറ്റുമോ? ശില്പ എങ്ങനെയെങ്കിലും പറഞ്ഞ അവളൊന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കണം, പ്ലീസ്. എടാ ലിയോണേ, നീ എവിടെയാടാ? ഞാൻ ബീച്ചിലുണ്ട് ചേട്ടായി. നിന്റെ വിവരമൊന്നുമില്ലല്ലോ. നിന്റെ ഈ ഷോർട്ട് ഫിലിം ഒക്കെ നടക്കുന്നുണ്ടോ? ഉണ്ട് ചേട്ടായി. പിന്നെ ചെറിയൊരു സിനിമയുടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. എടാ ഈ കായലിന്റെ പശ്ചാത്തലൊരു സിനിമ എടുക്കാൻ എന്നെ വയസ്സാവൂടാ? അതിപ്പോ പറഞ്ഞ അതൊക്കെ നമുക്ക് ചെയ്യാന്നേ. അല്ല, ഒരു 3-4 സിയറിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലേ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാന്നേ. നീ ഒരു പണി ചെയ്യേ, നീ നാളെ വൈകിട്ട് എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് ഒന്ന് വാ. എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇപ്പം നിനക്കുള്ളൂ. മോളെ, ഇനി നീ അവനായിട്ട് ഒരു ബന്ധത്തിന് നിൽക്കണ്ട. കാശിന് വകയില്ല, കയറിക്കെടുക്കാൻ ഒരു കൂരയില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് നോക്കി. എന്നാലും കാര്യം കഴിഞ്ഞ് അവൻ ഇട്ടേച്ച് പോലെന്ന് എന്നാടി കൊച്ച ഉറപ്പ്? മോളെ, നീ ചേട്ടായി ഒന്ന് പറയുന്നത് കേക്ക്. നിന്റെ പ്രൊഫസർ, നമ്മുടെ ശില്പ, ലിയോൺ, ഇവരാരെങ്കിലും ഒരാൾ അവനെ പറ്റി നല്ലത് പറഞ്ഞോ? ഇല്ല. അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടായി അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചേനെ. ഇതിപ്പോ പക്ഷെ നമുക്ക് രണ്ടുപേർക്കും നല്ലതേ വരും. നൈസായിട്ടങ്ങ് ഒഴിവാക്കി കളഞ്ഞല്ലേ. എന്നെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി. എടാ മോനെ, നീ അവളെ ഇത്രയും ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. ചെയ്തുപോയ തെറ്റിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്ത് പ്രായശ്ചിത്തം ഫാദർ? അവളുടെ ചേട്ടൻ എനിക്കറിയാം. ആനി എൻ്റെ ഒരു സ്റ്റുഡൻറ്റുമാണ്. അവളോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചെന്നേ ഉള്ളൂ. എന്താ നിന്റെ ഉദ്ദേശം? കൊല്ലും.
രാത്രി ഞാൻ കൊല്ലും. പേടിച്ചില്ലേ? പേടിക്കണ്ട. നിങ്ങളിൽ ഒരാളെ ഞാൻ ജീവനോടെ പുറത്തു വിടും. കാരണം ആനിയെ വിനു സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെന്ന് അവൾ അറിയണ്ടേ? അതാരാണെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങളിൽ ഏറ്റവും നന്നായി എനിക്കിഷ്ടപ്പെടുന്ന കഥ പറയുന്ന ഒരാളെ ഞാൻ പുറത്തു വിടും. വെറും കഥയല്ല, നിങ്ങളുടെ പ്രണയകഥ. പ്രണയമാണല്ലോ നമ്മളെല്ലാവരും ഇവിടെ കൊണ്ടെത്തിച്ചത്. നാളെ എൻ്റെ ആനയുടെ മനസ്സമ്മതം. ആനയുടെ മനസ്സമ്മതം. അച്ചോ, ഈ തിരുവസ്ത്രം അണിയുന്നതിന് മുന്നേ അച്ഛനും അറിഞ്ഞിട്ടുണ്ടാവില്ലേ പ്രണയത്തിന്റെ മധുരം? ആദ്യം അച്ഛൻ പറ. കോഴി കിണ്ടുന്ന പോലെ കിണ്ടിക്കൊണ്ടിരിക്കാതെ അത് മുഴുവൻ കഴിക്കും മക്കളെ. മതിയപ്പാ, വയറ് നിറഞ്ഞു. അമ്മച്ചി ഉണ്ടാക്കുന്ന പോലെ കൊണ്ട് പറ്റുന്നില്ലല്ലേ? അവിടെ കൈപ്പുണ്യം ഒന്ന് വേറെയല്ലേ? അടുത്ത ഗാനം ആലപിക്കുന്നത് യേശുദാസ്. ചിത്രം അയലത്തെ സുന്ദരി. ഗാനരചന വയലാർ, സംഗീതം ശങ്കർ ഗണേഷ്. തെറ്റ് തെറ്റ്, പൊട്ട തെറ്റ്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് വയലാറല്ല, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്ന ഒരു പുതിയ പാർട്ടിയാണ്. പിന്നെ റേഡിയോക്കാർക്ക് അറിയാത്ത കാര്യമല്ലേ അപ്പനറിയുന്നേ? പറ്റുണ്ടോ? ദാ ഈ പാട്ട് എഴുതിയിരിക്കുന്നത് വയലാറല്ല. ഞാനേ വെറും ഒരു സിനിമാ കൊട്ടയിലെ മാനേജർ മാത്രമല്ല, മനസ്സിലായോ? അത് ശരിയാ. കൊട്ടയിലെ മാനേജർ മാത്രമല്ല, അവിടുത്തെ ടിക്കറ്റ് കീറലും തൂത്തുവാരലും വൃത്തിയാക്കലും ഒക്കെ ചെയ്യുന്ന അപ്പം തന്നെ. അത് സംഭവിച്ചു. ഓടാ അവിടുന്ന്. ദേ വിഗതകുമാരൻ മുതൽ ഇന്ന് വരെയുള്ള മലയാള സിനിമയുടെ ചരിത്രം ഉണ്ടല്ലോ, പച്ചവെള്ളം പോലെ പച്ചവെള്ളം പോലെ. ഈ ജോസ് എവിടെ പോയി കിടക്കുവോ? ഇന്നും അവൻ്റെ കൂടെ സൈക്കിളിൽ തന്നെയാണ് പോകുന്നത്. ദേ അവനുമായിട്ടുള്ള കൂട്ടത്ര ശരിയല്ലെന്നാ നാട്ടുകാരൊക്കെ പറയുന്നത്. എടാ ജോസേ, ഈ പാട്ട് എഴുതിയാരാന്ന് അറിയോ നിനക്ക്? ഓ പിന്നെ കുഞ്ഞുനാൾ മുതലേ കേൾക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, ആ യു എന്ന് പറഞ്ഞത്. അത് എഴുതിയത് ആരാന്ന് പോലെ എനിക്കറിയാൻ മേല. അന്നേരവാ ഈ പാട്ടോ? പിന്നല്ലയോ? ആ അതന്നെയല്ലോ ഞാനും പറഞ്ഞു. പാലച്ചായോ, ഈ വരിയുടെ അർത്ഥം എന്നതാ? ഏത് വരി? ഈ അതരം കൊണ്ട് അതരത്തിൽ അമൃത് നിവേദിക്കും എന്ന് പറഞ്ഞ എന്നതാ? ഡൊമിനിക്കേ, കുറച്ച് മുമ്പ് ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? ഇതാ കാര്യം. എടാ വേഗം ചോട്ടിക്കോ. സൂക്ഷിച്ചു പോണേ മക്കളെ.